തുടർച്ചയായ അഞ്ചാം സീസണിലും രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ ഒരുങ്ങുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ. രാഹുൽ ദ്രാവിഡാണ് രാജസ്ഥാന്റെ പുതിയ പരിശീലകൻ. 2012-13 കാലത്ത് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റനായിരുന്ന സമയത്താണ് സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ ട്രയൽസിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയാണ് ദ്രാവിഡ് സഞ്ജുവിനെ കണ്ടെത്തിയത്. പിന്നീട് 2014-15 സീസണിൽ ദ്രാവിഡ് ടീമിന്റെ വെണ്ടറായിരുന്നു. ആ സമയത്ത് യുവതാരമായിരുന്ന താൻ ഇന്ന് ക്യാപ്റ്റൻസിയിലേക്ക് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര രൂപപ്പെടുത്തിയത് ദ്രാവിഡിന്റെ ഉപദേശങ്ങളാണെന്നും സഞ്ജു പറയുന്നു. ആദ്യ സീസണിലെ ട്രയൽസിൽ എന്നെ കണ്ടെത്തിയത് രാഹുൽ സാറാണ്. അന്ന് ക്യാപ്റ്റനായിരുന്ന അദ്ദേഹം യുവ പ്രതിഭകളെയാണ് തേടിയത്. ട്രയൽസിന് പിന്നാലെ അദ്ദേഹം എൻ്റെ അരികിൽ വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ ടീമിൽ കളിക്കുമോ എന്നായിരുന്നു. അന്നും ഇന്നും ആ നിമിഷം എനിക്ക് അവിശ്വസനീയമായിരുന്നു. ഇപ്പോൾ ആ ടീമിന്റെ ക്യാപ്റ്റനാണ് ഞാൻ. രാഹുൽ സാർ വർഷങ്ങൾക്ക് ശേഷം ടീമിനെ പരിശീലിപ്പിക്കാൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഇതൊരു സവിശേഷ അനുഭവമാണ്. അദ്ദേഹം എക്കാലത്തും രാജസ്ഥാൻ റോയൽസ് കുടുംബാംഗമാണ്. അദ്ദേഹത്തെ തിരികെ ലഭിച്ചതിൽ ഞങ്ങളെല്ലാം സന്തോഷിക്കുന്നു. രാജസ്ഥാൻ റോയൽസിലും ഇന്ത്യൻ ടീമിലും ഞാൻ അദ്ദേഹത്തിന് കീഴിൽ കളിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ ക്യാപ്റ്റനാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹം ടീമിന്റെ പരിശീലകനായി എന്നത് എന്നെ സംബന്ധിച്ച് വളരെയേറെ പ്രിയപ്പെട്ട ഒന്നാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയിൽ കളത്തിനകത്തും പുറത്തും അദ്ദേഹം എങ്ങനെ മാതൃക തീർത്തു, സീനിയർ താരങ്ങളുമായും പുതുമുഖ താരങ്ങളുമായി അദ്ദേഹം ഫലപ്രദമായ രീതിയിൽ എങ്ങനെ ആശയവിനിമയം സാധ്യമാക്കി, ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹം എങ്ങനെ ഇടപെട്ടു, ടീം മീറ്റിങ്ങുകൾ എങ്ങനെ കൈകാര്യം ചെയ്തു, പുതുതാരങ്ങളെ അദ്ദേഹം എങ്ങനെ സ്വാഗതം ചെയ്തു, ഇതെല്ലാം ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചപ്പോൾ എൻ്റെ നേതൃത്വത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ എനിക്ക് കിട്ടി. ആ സമീപനം പിന്തുടരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ക്രിക്കറ്റിനോട് ദ്രാവിഡിന്റെ സ്നേഹം, ആദരം അതാണ്. സൈഡ് സ്ക്രീനിനടുത്ത് നിന്ന് സൂര്യപ്രകാശത്തിൽ അദ്ദേഹം ഷാഡോ പരിശീലനം നടത്തുന്നത് ഞാൻ നോക്കി നിന്നതാണ് ഓർമ്മ വന്നത്. ഇപ്പോഴും അദ്ദേഹം കളിയിൽ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്തുന്നു. അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് അഭിനിവേശത്തിൽ ധാരാളം നിരീക്ഷിക്കാനും പഠിക്കാനുമുള്ള കാര്യങ്ങളുണ്ടെന്നും സഞ്ജു പറഞ്ഞു. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.